കെ.വി. രാഹുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഇപ്പോഴും കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ ആളിപ്പടരുന്ന തീനാളങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. മറ്റ് കെട്ടിടങ്ങളിലേക്ക് കൂടി പടരുന്നുണ്ട്. നിയന്ത്രിക്കാൻ സാധിക്കുന്നതേയില്ലേ? മാധു, നിലവിൽ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലേക്ക് തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ആ കെട്ടിടത്തിലേക്ക് പോകാതിരിക്കാൻ ആ മേഖലയിലാണ് ഫയർ എഞ്ചിനുകളും അതുപോലെ എയർപോർട്ടിൽ നിന്ന് വന്ന ഫയർ യൂണിറ്റും വെള്ളം അടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ കെട്ടിടം, അതായത് തീപിടുത്തമുണ്ടായ ഈ കെട്ടിടത്തിൻ്റെ ആ ഒരു നില പൂർണ്ണമായും തന്നെ കത്തി അമർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ കെട്ടിടത്തിലേക്ക് ഇപ്പോൾ കൂടുതലായി വെള്ളം അടിക്കുന്നില്ല. നേരത്തെയൊക്കെ തീ കുറച്ചെങ്കിലും ശമിപ്പിക്കാൻ കഴിഞ്ഞു എന്നൊരു തോന്നൽ ഉണ്ടായൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ മറുഭാഗത്ത് നിന്ന് തീ കൂടുതലായി കത്തി പിടിച്ചു വരികയാണ് ഉണ്ടായത്. ഏതായാലും സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടരാതെ നിയന്ത്രിച്ച് നിർത്തുക എന്നൊരു ലക്ഷ്യമാണ് നിലവിലുള്ളത്. 1, 2, 3, 4, 5, 6 ഫയർഫോഴ്സിൻ്റെ 6 ഫയർ യൂണിറ്റുകൾ ബസ് സ്റ്റാൻഡിനകത്ത് തന്നെയുണ്ട്. വെള്ളം തീർന്ന ഒരുപാട് ഫയർ യൂണിറ്റുകൾ അത് നിറയ്ക്കുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. ഒപ്പം നമ്മൾ ഈ കെട്ടിടത്തിൽ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തു നിന്ന് ഭാഗത്തു നിന്നും ഇപ്പോഴും വെള്ളം കെട്ടിടത്തിന് മുകളിലേക്ക് അടിച്ചുകൊണ്ടേയിരിക്കുക തന്നെയാണ്. അത് പുറത്തു നിന്ന് ഈ 3ാം നിലയിലേക്കുള്ള കെട്ടിടത്തിലേക്ക് വെള്ളം അടിക്കുക എന്ന് മാത്രമാണ് സാധ്യമായ ഒരു കാര്യം. ആദ്യം കുറച്ച് വെള്ളം തീ കുറഞ്ഞു നിന്ന സമയത്ത് കുറച്ച് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരെങ്കിലും അകത്തേക്ക് പോയിരുന്നു. പക്ഷേ പിന്നീട് തീ വീണ്ടും ആളിപ്പടർന്ന സമയത്ത് അവർ ആ ഒരു ദൗത്യം ഒഴിവാക്കി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ഇടതുഭാഗത്ത് ഈ തുണിക്കടയായതുകൊണ്ട് തന്നെ പരസ്യത്തിൻ്റെതായ ഒരുപാട് ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഫ്ലെക്സ് ബോർഡുകളൊക്കെ തീ പിടിച്ച് കത്തി ഉരുകി ഒലിക്കുന്ന കാഴ്ച ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ തീ പിടിച്ചു തുടങ്ങി. അത് ആദ്യഘട്ടം മുതൽ 2.5 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ. നിന്ന് കത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. രാഹുൽ, ഇതിന്റെ പ്രഭവ കേന്ദ്രം എങ്ങനെയാണ്? എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്? എന്തുകൊണ്ടാണ് ഇത് നിയന്ത്രിക്കാൻ കഴിയാത്തത്? അത് തീപിടുത്തത്തിൻ്റെ പ്രഭവ കേന്ദ്രം തീ പിടിച്ചു തുടങ്ങിയത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ആ തുണിക്കടയിൽ വെച്ച് തന്നെയാണ്. ആദ്യം പുകയുയർന്നു. കട തുറന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് പുക ഉയരുന്നത് കണ്ടു. ആളുകൾ ഒക്കെ ഓടിക്കൂടി, ജീവനക്കാരൊക്കെ ഒത്തുചേർന്നു. ഇവിടെ സാധനം പർച്ചേസിങ്ങിന് വേണ്ടി വന്ന ആളുകളൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞ് താഴ്ഭാഗത്തേക്ക് പോയി. വളരെ പെട്ടെന്ന് തന്നെ തീ അങ്ങനെ ആളിപ്പടർന്ന് ആ മേഖലയിലാകെ പടർന്നു എന്നുള്ളതാണ്. തുണിയാണ്, അത് പറഞ്ഞതുപോലെ തുണിയാണ്. ഒരുപാട് സ്റ്റോക്കുള്ള സമയമാണ്. സ്കൂൾ തുറക്കാൻ പോകുന്ന സമയം, അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ്. അപ്പോൾ നല്ല സ്റ്റോക്കുള്ള സമയം. ഒപ്പം തന്നെ ഇതിൻ്റെ ഗോഡൗണും, റീറ്റെയിൽ ഷോപ്പിന് പുറമെ ഗോഡൗണും ഇതേ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ കത്തി പടർന്ന് പിടിക്കുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ താഴത്ത് തന്നെ മെഡിക്കൽ ഷോപ്പുണ്ട്. അങ്ങോട്ടേക്ക് തീ പിടിച്ചു പോയില്ല. ഒരുപാട് ചായക്കടകൾ, ബസ് സ്റ്റാൻഡാണ്. ബസ് കയറാൻ വരുന്നവർ, ബസ് ഇറങ്ങിപ്പോകുന്നവരൊക്കെ ചായ കുടിക്കാൻ വന്ന് ആ ചായക്കടയിലും ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായ സമയം ആണ്. പിന്നീട് ആളുകൾ ശ്രദ്ധിച്ചത് അവിടെ ഉണ്ടായിരുന്ന സിലിണ്ടറുകളൊക്കെ എടുത്ത് വളരെ പെട്ടെന്ന് മാറ്റുക. ഒരുപാട് വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റുക എന്നുള്ളതിനാണ്. ഒപ്പം തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ച് ആദ്യം 3 യൂണിറ്റ് ഫയർ എഞ്ചിനുകളാണ് സ്ഥലത്തേക്ക് വന്നത്. കോഴിക്കോട് നഗരം നമ്മുടെ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട നഗരമാണ് എന്ന് പറയും. തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് പക്ഷേ അത് അണയ്ക്കുന്നതിനുള്ള ഫയർഫോഴ്സിന്റെ ശക്തി എന്ന് പറയുന്നത് വളരെ മോശമാണ്. കോഴിക്കോട് ബീച്ചിൽ കെട്ടിടത്തിന്റെ മോശം അവസ്ഥയെ തുടർന്ന് അവിടെ പ്രവർത്തിച്ചിരുന്ന ഫയർ സ്റ്റേഷൻ ഓഫീസർമാരുടെ എണ്ണം കുറച്ച്, ഫയർ എഞ്ചിനുകളുടെ എണ്ണം കുറച്ച് പരിമിതമായി മാത്രമാണ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. രാഹുൽ, ഈ മീൻചന്ത വെള്ളിമാടുകുന്ന് ബീച്ച് സ്റ്റേഷനിലെ 4 യൂണിറ്റുകൾ ആദ്യം എത്തി എന്നുള്ളതാണ് അധികൃതർ ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം. പക്ഷേ അത് പര്യാപ്തമാകുന്ന ഇപ്പോൾ ഒരു കടയിൽ തീ പിടിക്കുമ്പോൾ അത് തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇത്ര ഫയർ എഞ്ചിനുകൾ എന്നൊരു കണക്കുണ്ടാവില്ല. അതുണ്ടാവുന്നില്ല. മലപ്പുറത്ത് നിന്ന് വന്നിട്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്നെത്തിയ യൂണിറ്റുകൾ കൂടി ശ്രമിച്ചിട്ട് പോലും പരിഹരിക്കാൻ കഴിയാത്തത്ര പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഈ തീ ആളിപ്പിടിക്കുന്നതിന്റെ ഒരു ഫോഴ്സ് എടുത്തു പറയേണ്ടതാണല്ലേ? അത് തീർച്ചയായും അത്രയും തീവ്രതയോടുകൂടി, അത്രയും ശക്തിയിലാണ് തീ കത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഈ തുണിത്തരങ്ങൾ, പ്ലാസ്റ്റിക്, പരസ്യ ഫ്ലെക്സ് ബോർഡുകൾ, ഒപ്പം തന്നെ ഈ കടയ്ക്ക് ഈ ഗ്ലാസിൻ്റെ, അതായത് ട്രാൻസ്പെറൻസി എന്ന വണ്ണം ഉള്ള ഈ ഫൈബറൊക്കെ കൊണ്ടുള്ള കോട്ടിങ് ഈ ചുമരുകളിലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെയാണ് ആദ്യമേ തന്നെ
തീ പിടിക്കുകയും വളരെ പെട്ടെന്ന് ആളിപ്പിടിച്ച് പോവുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് എല്ലാ മേഖലയിൽ നിന്നുള്ള ഫയർ എഞ്ചിനുകൾ സ്ഥലത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആദ്യമേ പറഞ്ഞതുപോലെ ആദ്യം 4 യൂണിറ്റുകളാണ് ഉണ്ടായിരുന്നത്. നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല എന്ന് മനസ്സിലാക്കി എല്ലാ സ്ഥലത്തേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൂടുതൽ ഫയർ യൂണിറ്റുകൾ സ്ഥലത്തേക്ക് വന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള വലിയ ഫയർ എഞ്ചിൻ സ്ഥലത്തേക്ക് വന്നു. അവയെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇപ്പോൾ കെട്ടിടത്തിലേക്ക് വെള്ളം അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ തീ ആളിപ്പടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതി തന്നെയാണ്.